എന്താണ് RSS? നിങ്ങൾ ഇതൊന്നും മനസ്സിലായില്ലേ? RSSന്റെ ഒരു സംഘാഷ്ടകമുണ്ട്. ആ സംഘാഷ്ടകത്തിന്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഈ പ്രസംഗം ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടത് സഖാക്കളല്ല. സഖാക്കൾക്ക് ഇതെല്ലാം നല്ലോണം അറിയാം, പാർട്ടി ക്ലാസ്സിലെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇത് കേൾക്കുന്ന ഒരു പൊതുജനമുണ്ട്. ആ പൊതുജനങ്ങൾ മനസ്സിലാക്കണം എന്താണ് RSS. ഈ സംഘാഷ്ടകം വളരെ മനോഹരമായിട്ട് തന്നെ ഞാൻ അവരെങ്ങനെയാണോ ശാഖയിൽ പാടുന്നത്, വിളക്കെല്ലാം അണച്ച് ഡോക്ടർ കേശവ ബലറാം ഹെഡ്ഗേവാർ, ആ താടിക്കാരനായ ഗുരുജി സദാശിവ ഗോൾവൾക്കർ, അതുപോലെ ഒരു ഭാരതാംബ, ഒരു സാരിയിട്ട് ഒരു പെണ്ണുങ്ങൾ, അവരെല്ലാം കൊണ്ട് ഇങ്ങനെ നിർത്തി ഒരു ചെറിയൊരു വിളക്ക് ഇങ്ങനെ അവരെ കാണാൻ വേണ്ടി മാത്രം ഒരു വിളക്ക് ഇങ്ങനെ കത്തിച്ചു വെച്ച് ആ കൂരിരുട്ടിൽ ചൊല്ലുന്ന ഒരു സംഘാഷ്ടകമാണ് ഒരു സ്വയം സേവകന്റെ ജീവനാടി എന്ന് പറയുന്നത്. ആ സംഘാഷ്ടകം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് അറിയുന്നത്? ഞാൻ അതേപോലെ തന്നെ പാടിത്തരാം. നീലാപ്തി വീജി പരിസേവിത പുണ്യഭൂമി ശൈലാദിരാജ പരിശോഭിത ദേവഭൂമി ഈ ഹിന്ദുഭൂമി ഭുവനത്രയ പൂജയായി തീരാൻ ജപിക്ക പരിപാവന സംഘമന്ത്രം. എന്താ അർത്ഥം? ഈ നാട് ഒരു ഹിന്ദുരാഷ്ട്രമാകുവാൻ നിങ്ങൾ ശാഖയിലേക്ക് പോവുക. എന്താ ഹിന്ദുരാഷ്ട്രം? നിങ്ങളറിയാം, RSSന്റെ ഹിന്ദുരാഷ്ട്രത്തിൽ 3 ശത്രുക്കളുണ്ട്. പഠിക്കണത്. ഒന്നാമത്തെ ശത്രു മുസ്ലിങ്ങൾ, രണ്ടാമത്തെ ശത്രു ക്രിസ്ത്യാനികൾ, മൂന്നാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റുകാർ. ഈ 3 ശത്രുക്കളെയും ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു ഹിന്ദുരാഷ്ട്രത്തെ സഫലീകരിക്കുവാൻ നിങ്ങൾ ശാഖയിലേക്ക് പോവുക. ഇതാണ് ആദ്യത്തെ വരിയിലെ അർത്ഥം. ഇത് കേരളത്തിൽ ഇത് മലയാളത്തിൽ ചൊല്ലും, ഉത്തരേന്ത്യയിൽ ഇത് സംസ്കൃതത്തിൽ ചൊല്ലും. ഇനി രണ്ടാമത്തെ എന്താണെന്നറിയുന്നത്? രണ്ടാമത്തത് അത് വളരെ മനോഹരമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണിത്. ഭക്ത്യാദരേണ ഭഗവത്കൊടി സാക്ഷിയാക്കി ശീലിക്കുമെന്നു പരമേറ്റ മഹാവ്രതത്തെ ആത്യന്തിക പ്രിയമോടും പരിരക്ഷ ചെയ്യാൻ നിത്യം ജപിക്ക പരിപാവന സംഘമന്ത്രം. ഈ നാടിന്റെ ദേശീയ പതാകയായ ത്രിവർണ്ണ പതാകയെ മാറ്റി ആ കാവിക്കോണകം ദേശീയ പതാകയാക്കുവാൻ നിങ്ങൾ ശാഖയിലേക്ക് പോവുക. ഇനി മൂന്നാമത്തെ വരി. ഈ നാട്ടിൽ തന്നെ 2 കൊലപാതകങ്ങൾ കഴിഞ്ഞു. 2 സഖാക്കളെ, ഏട്ടനെയും അനിയനെയും കൊന്നത് ഇവിടെ വെച്ചിട്ട്. ഇവിടെ ഏത് കൊലപാതകം നടന്നാലും ഒരു കുട്ടി കുറ്റവാളി ഉണ്ടാവും. കണ്ണൂർ ജില്ലയിലാണെങ്കിൽ എല്ലാ കൊലപാതകത്തിലും 16ഉം 17ഉം വയസ്സുള്ള ഒരു ചെക്കൻ ഉണ്ടാവും. എന്താ കാരണം എന്നറിയാം? ഈ മൂന്നാമത്തെ ലൈന് 1927 മുതൽ 2016 വരെ RSS ഈ രാജ്യത്ത് നടത്തിയ എല്ലാ കലാപങ്ങളും, എല്ലാ കൂട്ടക്കുരുതിയും, എല്ലാ ലഹളകൾക്കും പിന്നിൽ ഈ 16ഉം 17ഉം വയസ്സുള്ള കുട്ടികളുണ്ടാവും. അതിന്റെ കാരണം എന്താണ്? ഈ വരിയ. എന്താ വരി? ക്ഷീണിച്ച ദേഹമുയിരറ്റടിയുന്ന മുന്നേ, അതായത് പ്രായമായി മരിക്കുന്നതിന്റെ മുന്നേ, ദാഹിച്ച കണ്ണൊളി മറഞ്ഞണയുന്ന മുന്നേ, പ്രായമായി ചെവിയൊന്നും കേൾക്കാതെ കണ്ണൊന്നും കാണാത്തതിന്റെ മുന്നേ, അത്യന്ത വൈഭവ സമുജ്വല ഹിന്ദുരാഷ്ട്രം കാണാൻ ജപിക്ക പരിപാവന സംഘമന്ത്രം. അത്യന്ത വൈഭവ സമുജ്വലമായ ഒരു ഹിന്ദുരാഷ്ട്രം, മുസ്ലിങ്ങളില്ലാതെ, ക്രിസ്ത്യാനികളില്ലാതെ, കമ്മ്യൂണിസ്റ്റുകാരില്ലാതെ ഒരു ഹിന്ദുരാഷ്ട്രത്തെ പ്രാപിക്കുവാൻ നിങ്ങൾ ശാഖയിലേക്ക് പോവുക. എന്താണ് ശാഖ? ഞാൻ നേരത്തെ തമാശയല്ലേ പറഞ്ഞത്? എന്താ ശാഖയിൽ ഉദ്ദേശിക്കുന്നത്? എന്താ ഇവിടെ ഈ പ്രദർശനം 7 ദിവസത്തെ പരിശീലന കളരി, ഞാൻ എന്റെ പുസ്തകം അടക്കം അതിൽ പരിശീലിപ്പിക്കുന്ന പുസ്തകത്തിന്റെ കാതലുകൾ അടക്കം ഫേസ്ബുക്കിലൂടെയും മീഡിയയിലൂടെയും പ്രദർശിപ്പിച്ചപ്പോൾ RSS പറഞ്ഞു അത് സുധീഷ് മിന്നി അങ്ങനെ പറഞ്ഞതാണ്. ഞങ്ങൾ വ്യക്തിത്വ വികസനമാണ്. കൈരളി ടിവിയും റിപ്പോർട്ടർ ചാനലും ഏഷ്യാനെറ്റിനും എല്ലാം കൂട്ടി അവർ ക്യാമ്പ് സന്ദർശിച്ചു. ആ ക്യാമ്പ് സന്ദർശിച്ചപ്പോ വിഷയക്രമ, അതായത് വിഷയം, പഠിപ്പിക്കുന്ന വിഷയത്തിൽ അവരൊന്ന് തട്ടി ക്യാമറ. ആ ക്യാമറയിൽ എന്താ കണ്ടത്? സൂര്യചക്ര, ജാനുപ്രഹാർ, എന്താണ് മുഷ്ടിപ്രഹാർ, ചതുർവ്യൂഹ. എന്താ ചതുർവ്യൂഹ എന്ന് പറഞ്ഞാൽ? ഞാൻ പറഞ്ഞുതരാം. ഇതെല്ലാം നിങ്ങൾ പഠിക്കണം. ഇത് മനസ്സിലാക്കിയാൽ പിന്നെ ഇവരില്ല. ഇത് നിങ്ങൾ ഓരോരുത്തരും, ഈ പ്രസംഗം കേൾക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കിയാൽ
ഇവിടെ ഒരു കാവി പതാക പറക്കാൻ നിങ്ങൾ അനുവദിക്കില്ല എന്നതുകൊണ്ട് നിങ്ങൾ ഇത് പഠിച്ചിട്ടേ പോകാവൂ. എന്താ ഇത്? ഒരു സ്വയം സേവകൻ നിത്യവും പരിശീലിപ്പിക്കുന്ന ഒരു കാര്യമാണ് ദണ്ഡയുദ്ധ. എന്താ ദണ്ഡ? നീളമുള്ള വടി. ഒരു മനുഷ്യന് 115 മർമ്മങ്ങളുണ്ട്. ഫേസ് ടു ഫേസ്, മുഖാമുഖം വരുന്ന സമയത്ത് അവന് കാണാൻ പറ്റുന്ന മർമ്മങ്ങൾ 27 ഈ 27 മർമ്മങ്ങൾ കാണുമ്പോൾ ഈ സ്വയം സേവകന് 3 കാര്യങ്ങൾ തീരുമാനിക്കാം. എന്താണ്? ചില മർമ്മങ്ങളിൽ കുത്തിയാൽ മാനസിക രോഗിയായി മാറും. ചില മർമ്മങ്ങളിൽ കുത്തിയാൽ മാനസിക രോഗിയായി മാറും. ഒന്നാമത്തത്. ചില മർമ്മങ്ങളിൽ കുത്തിയാൽ ചില ശരീരാവയവങ്ങൾ പ്രവർത്തനമില്ലാണ്ടാവും. ചില മർമ്മങ്ങളിൽ കുത്തിയാൽ മനുഷ്യൻ മരിക്കും. ഈ 3 കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് ഈ സ്വയം സേവകന് തീരുമാനിക്കാം. ഏതെങ്കിലും ഒന്ന്. ഒന്നുകിൽ മാനസിക രോഗിയാക്കാം, അല്ലെങ്കിൽ ശരീരാവയവങ്ങൾ പ്രവർത്തനമില്ലാതെയാക്കാം, മൂന്നാമതെന്ത് ചെയ്യാം? അയാളെ കൊല്ലാം. ഇത് 3 ഏതെങ്കിലും ഒന്ന് സ്വയം സേവകന് തീരുമാനിക്കാം. ഒന്നാമത്തത് ഈ മർമ്മം പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ്. രണ്ടാമത്തത് എന്താണ്? ദണ്ഡയുദ്ധ. ഈ വടി കൊണ്ട് എതിരാളി. ആരാണ് എതിരാളികൾ? മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാർ. ഇത് എപ്പോഴും മനസ്സിലാക്കണം നിങ്ങൾ. ഇനി വിശേഷാൽ വർഗുകളുണ്ട്. ഞാൻ ഈ വിശേഷാൽ വർഗ് കഴിഞ്ഞ ആളാ. ഞാൻ എത്ര ഭക്ഷണം കഴിച്ചാലും ഇത്രയും കഴിക്കും. കാരണം ഇതൊരു ട്രെയിനിങ്ങാ. ഇതൊരു വല്ലാതൊരു ട്രെയിനിങ്ങാ. വിശേഷാൽ വർഗ് കാട്ടിന്റെ ഉള്ളിലല്ല ഉണ്ടാകുക. കാട്ടിന്റെ ഉള്ളിൽ തണുപ്പുള്ള പ്രദേശങ്ങളിലായി വിശേഷാൽ വർഗ് ഉണ്ടാകുക. അത്ര തന്നെ നീളമുള്ള വാൾ ഉപയോഗിച്ച് പഠിപ്പിക്കുക. ഈ വാൾ ഉപയോഗിച്ച് നിങ്ങൾ ഏറ്റവും മനസ്സിലാക്കേണ്ടതെന്ന് അറിയാം, ഈ യേശുവിന്റെയും നബിയുടെയും പ്രതിമ ശരിക്കുണ്ടാക്കും. എന്നിട്ട് രാത്രി ഈ കാലങ്ങളിലായി ട്രെയിനിങ് ഉണ്ടാകുക. ഈ രാത്രി ശരിക്കും യേശുവിന്റെയും നബിയുടെയും ശിരസിന് വെട്ടണം വാളുകൊണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇതാണ് വിശേഷാൽ വർഗ്. ഇനി അടുത്തത് നിയുദ്ധ. നിയുദ്ധ എന്ന് പറഞ്ഞാൽ കൈകൊണ്ടും കാലുകൊണ്ടും എതിരാളികളെ കീഴ്പ്പെടുത്തുന്ന രീതിയാണ് നിയുദ്ധ. അതിന്റെ കൂടെ എസ് ആകൃതിയിലുള്ള ഒരു ചുരിക കൂടി പഠിപ്പിക്കും. ഈ അടുത്ത് പാനൂരിൽ സ്വന്തം ജ്യേഷ്ഠൻ അനുജനെ കുത്തിക്കൊന്നു. എസ് ആകൃതിയിലുള്ള ചുരിക വെച്ചിട്ടാണ് കുത്തിയത്. ഇവൻ കുത്തിയത് മാത്രമല്ല, ഈ കുത്താൻ പഠിക്കണം. എന്താ പറയുക ഈ പ്രത്യേകത? ഇത് ഇരുതല മൂർച്ചയുള്ള കത്തിയ. ഇങ്ങനെ കുത്തിയാൽ ആള് മരിക്കൂല. ഇങ്ങനെ തിരിക്കണം, തിരിച്ചിട്ട് പുറത്തേക്ക് എടുക്കണം. അതിനൊരു പ്രത്യേകത എന്താണെന്നറിയാം? ഇപ്പൊ ഇങ്ങനെ കുത്തിയിട്ട് തിരിച്ചിട്ടെടുത്താൽ ഇത് സർജറി ചെയ്യാൻ പറ്റൂല ഒരിക്കലും. അത്രയും മാരകമായ ഒരു ആയുധമാണ് ഈ ചുരിക എന്ന് പറയുന്നത്. ചെറിയ ആയുധമല്ല. അത് ചൂടാക്കിയിട്ടാണ് കൊണ്ടുപോയതെങ്കിൽ ഒരിക്കലും അയാൾ ജീവിച്ചിരിക്കില്ല. ഏത് ശരീരത്തിന്റെ എവിടെ കുത്തിയാലും. ഞങ്ങൾ ഇങ്ങനെ ഒരു അല്പം തീയിൽ വെച്ച് ചൂടാക്കിയിട്ട് ചുരിക എടുത്ത് പോയി അതേ സമയം കുത്തി ഒരു തിരിച്ച് പുറത്തേക്കെടുത്താൽ അത് ഏത് ശരീരത്തിന്റെ അവയവത്തിൽ കുത്തിയാലും മരിക്കും. അത്രയും ക്രൂരമായ ആയുധമാണ് ഈ ചുരിക എന്ന് പറയുന്നത്. ഈ ചുരിക കൊണ്ട് കുത്തിയപ്പോ ഞാൻ എസ്ഐനെ വിളിച്ചു പറഞ്ഞു, അദ്ദേഹം അനുജനെ കൊല്ലാൻ വേണ്ടി മാത്രം പരിശീലനം ലഭിച്ച ആളല്ല. അദ്ദേഹം ഏതോ ഒരു വിശേഷാൽ വർഗ് കഴിഞ്ഞയാളാണ്. ഒന്നുകൂടി ചോദ്യം ചെയ്താൽ പല കൊലപാതകത്തിന്റെയും ഉള്ളറകൾ തുറക്കും. ഇപ്പൊ ചോദ്യം ചെയ്യാൻ വേണ്ടി ഈ ചുരിക എവിടെ നിന്ന് കിട്ടി? നാഗപ്പൂരിൽ നിന്ന് 350 രൂപയാണ് ഈ ചുരികയുടെ വില. ഇതാണ് അടുത്ത പരിപാടി. ഇനി പദവിന്യാസ്. എന്താ പദവിന്യാസ്? പദവിന്യാസ് എന്ന് പറഞ്ഞാൽ എതിരാളികളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ചുവടുവയ്പ്. അത് ചുവടുവയ്പ്പാണ് പദവിന്യാസ്. എന്താ ഈ ചതുർവ്യൂഹ എന്ന് പറഞ്ഞാൽ അറിയുന്നത്? ചതുർവ്യൂഹ എന്ന് പറഞ്ഞാൽ ശത്രുവിനെ ഉള്ളിലിട്ടുകൊണ്ട് അദ്ദേഹത്തെ ദണ്ഡ കൊണ്ടും വാളുകൊണ്ടും ചുരിക കൊണ്ടും ആക്രമിക്കാൻ ശ്രമിക്കുക. ആക്രമിക്കുക. ഇതാണ് എന്ത് പറയാ? ചതുർവ്യൂഹ. സൂര്യചക്ര എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ. പോലീസുകാരെ വിചാരം ഇതെന്തോ സൂര്യനും ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട എന്തോ കാര്യമെന്ന. സൂര്യചക്ര എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ. ഇതാ ഇപ്പൊ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന തൊട്ട് കാണിക്കുന്ന ഈ സ്ഥലമില്ലേ, ഇവിടെ കുത്തുക. 1 mm നീളം ഇങ്ങോട്ട് കുത്തിയാൽ, അത് പറയുന്നുണ്ട് പുസ്തകത്തിൽ, ഇത്ര 1 mm കുത്തിയാൽ മരിക്കും. അത് കറക്റ്റായി കുത്തണം. ദണ്ഡാജിനെ കുത്തിയത് അങ്ങനെയാണ്. ദണ്ഡാജിനെ ആദ്യം പിറകിൽ നിന്ന് കുത്തി, ദണ്ഡാജ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ദണ്ഡാജിനെ ഇവിടെ കുത്തി. കറക്റ്റാ ആ കുത്ത്. ഈ കണ്ണൂർ ജില്ലയിലെ കൊലപാതകങ്ങളൊക്കെ ഞാനിപ്പോ പഠിക്കാൻ നോക്കുക, ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അത് കറക്റ്റാണ്. മർമ്മത്തിൽ തന്നെയാണ് കുത്തിയത്. ദണ്ഡാജ് ഓടുന്ന സമയത്ത് എന്ത് ചെയ്തു? ഈ ഓടുമ്പം വലത് കൈയുടെ ഈ കൈമുട്ട് അടിച്ചു തകർത്തു. ഇരുമ്പ് വടി കൊണ്ട് അടിച്ചു. അപ്പൊ ഈ ഓടുന്ന സമയത്ത് ഈ കൈമുട്ട് അടിച്ചു തകർത്താൽ പിന്നെ ഓടാൻ കഴിയൂല.
ഇങ്ങനെ വെച്ചിട്ട് ഓടാൻ കഴിയൂലല്ലോ, എത്ര വേഗത്തിൽ ഓടാൻ കഴിയൂല. ഈ ഓട്ടത്തിന്റെ വേഗത അവിടെ നിൽക്കും. ഈ കൈമുട്ട് അടിച്ചു തകർത്താൽ അതാദ്യം അടിച്ചങ്ങ് തകർത്തു. ഇപ്പൊ ധനരാജിന് ഓടാൻ കഴിഞ്ഞില്ല, അവിടെ വെച്ചിട്ട് ധനരാജിനെ കൊല്ലുന്നത്. അത്രയും അഭ്യാസികളാണ് ഈ RSS എന്ന് പറയുന്നത്. അപ്പൊ RSS പറയുന്നത് ഞങ്ങൾ ഈ ഹിന്ദു സമാജത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പഠിക്കുന്നത്. എന്ത് ഈ ഹിന്ദു സമാജം? എനിക്കിത് മനസ്സിലാകുന്നില്ല. ഹിമാലയം സമാരഭ്യ യാവതിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രശിഷ്യതേ. ഇവിടെ ജീവിക്കുന്ന എല്ലാവരും ഹിന്ദുക്കളാണ്. ഹിന്ദുവിന് ചൊല്ലുന്ന ഒരു മന്ത്രമുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ സഖാവ്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അഹിംസോ പരമോ ധർമ്മഃ, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഹിന്ദുവിന്റെ മന്ത്രം തുടങ്ങുന്നത് എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് ഇവര് കമലിനോട് പാകിസ്ഥാനിൽ പോണെന്ന് പറഞ്ഞ്? ഇവരാണോ ഹിന്ദുക്കള്? എന്തുകൊണ്ടാണ് ഇവര് MTയെ അധിക്ഷേപിക്കാൻ തയ്യാറായത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവര് കൽബുർഗിയെ കൊന്നത്? അദ്ദേഹം എന്ത് തെറ്റാ ചെയ്ത്? പുരാണങ്ങളെ കുറിച്ച് പറഞ്ഞു, ദൈവനിന്ദ ചെയ്തു. അങ്ങനെ ദൈവനിന്ദ ചെയ്ത് ആളെ കൊല്ലലാണോ ഹിന്ദുത്വം പറയുന്നത്? അങ്ങനെയുള്ള ആളുകൾ പുരാണത്തിൽ ജീവിച്ചിട്ടില്ലേ? ഇവർക്കറിയോ അത്? എന്തുകൊണ്ടാണ് ഇവർ ഗോവിന്ദ പൻസാരിയെ കൊന്നത്, നരേന്ദ്ര ദാബോൽക്കറെ കൊന്നത്, പെരുമാൾ മുരുകനോട് എഴുത്തു നിർത്താൻ പറയുന്നത്? എഴുത്തിനെ ഭയക്കുന്നു, കലയെ ഭയക്കുന്നു, പ്രസംഗത്തെ ഭയക്കുന്നു, വാക്കുകളെ ഭയക്കുന്നു. അതുകൊണ്ടാണല്ലോ എന്നെ കൊല്ലൂ എന്ന് പറയുന്നത്. എന്റെ പുസ്തകങ്ങളെ ഭയക്കുന്നു, എന്റെ പ്രസംഗത്തെ ഭയക്കുന്നു. അതിനെന്തിനെ ഭയക്കേണ്ട ആവശ്യം ഒരു ഹിന്ദുവിന്? ഹിന്ദുത്വമാണ് RSSന്റെ ശക്തിയെങ്കിൽ ഇതിന് എന്തിനു ഭയക്കണം? രാമായണത്തിൽ വളരെ മനോഹരമായ ഒരു ചരിത്രമില്ലേ? രാവണനെ നിഗ്രഹിച്ച് വിഭീഷണന് ആ രാജ്യം വിട്ടുകൊടുത്ത് വിജയശ്രീലാളിതനായി തിരിച്ചു വരുന്ന രാമനെ അയോധ്യ നഗരത്തിലെ ജനങ്ങൾ ഒന്നടങ്കം, ആ രാജ്യത്തിലെ ജനങ്ങൾ, ശതകോടി ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചു, പൂവിട്ട് അദ്ദേഹത്തെ ആനയിച്ച് ആ അയോധ്യയുടെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് രാജാവായി ആനയിച്ചു കൊണ്ടുപോയി. എല്ലാവരും കൈകൂപ്പി ആ രാമസായക മന്ത്രം ഇങ്ങനെ രാമ 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 ശബ്ദം ഇങ്ങനെ മുഖരിതമാകുന്ന ആ ദിവ്യമുഹൂർത്തത്തിലാണ് ഒരു വന്ധ്യവയോധികൻ ആ വഴിധാരയിലൂടെ, ആ രാജവീതിയിലൂടെ കടന്നു വന്നുകൊണ്ട് ആ രാമനിരിക്കുന്ന ആ രാജസിംഹാസനത്തെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ ഈ രാമൻ പൂജിതനല്ല, പൂജിക്കാൻ പാടില്ല, ഇയാൾ ദൈവമല്ല, ഇയാൾ വെറുമൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞു. രാമസായക മന്ത്രം ചൊല്ലി അദ്ദേഹത്തെ ദൈവമായി ആരാധിക്കുന്ന ശതകോടി ജനങ്ങളുടെ ഇടയിലൂടെ ഒരു വന്ധ്യവയോധികൻ കടന്നു വന്നുകൊണ്ട് കൈ ചൂണ്ടിയിട്ടാണ് പറയുന്നത്, ഇയാൾ പൂജിതനല്ല, ഇയാളെ പൂജിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ ഒരക്ഷരം മിണ്ടിയില്ല സദസ്. രാമൻ അദ്ദേഹത്തെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് ഹൃദയാലിംഗനം കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ മുനിയല്ല മഹർഷിയാണ് എന്ന് പറഞ്ഞു.